എല്ലാവർക്കും ഇൻസൈഡ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആശകളായിരം, അനോമി എന്നീ സിനിമകളുടെ OTT അപ്ഡേറ്റ്സ് പുറത്തു വന്നിരിക്കുകയാണ്. അതുപോലെ ജനനായകൻ റിലീസ് തീയതി പ്രഖ്യാപിച്ചു. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾ ഏറ്റവും ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഹോട്ട്സ്റ്റാറിലൂടെ വരാനിരിക്കുന്ന ഏറ്റവും പുതിയ തമിഴ് വെബ് സീരീസ് ആണല്ലോ ലക്കി. GV പ്രകാശ്, അനശ്വര രാജൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ് പുറത്തുവന്നിരിക്കുകയാണ്. കോമഡി, ഡ്രാമ, റൊമാൻറ്റിക്, എന്റർടൈനർ കാറ്റഗറിയിൽ എത്തുന്ന ഈ വെബ് സീരീസ് ഫെബ്രുവരി 20 മുതൽ ജിയോ ഹോട്ട്സ്റ്റാർ വഴി സ്ട്രീമിംഗ് ആരംഭിക്കുകയാണ്. മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി എന്നിങ്ങനെ 5 ഭാഷകളിലായി ഒരേ സമയം ഈ സീരീസ് പ്രേക്ഷകരിലേക്ക് എത്തും. തമാശയും വൈകാരികമായ നിമിഷങ്ങളും കോർത്തിണക്കിയ ഈ വെബ് സീരീസ് എല്ലാത്തരം പ്രേക്ഷകർക്കും ഒരു മികച്ച കാഴ്ചാനുഭവം സമ്മാനിക്കുമെന്ന് ഉറപ്പാണ്. ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത് ടൊവിനോ തോമസ് നായകനായെത്തുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ പള്ളിച്ചട്ടമ്പി. സിനിമയുടെ ഒരു പോസ്റ്റർ മൂവി ടീം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സിനിമയുടെ ഫസ്റ്റ് സിംഗിളും പുറത്തു വന്നിരുന്നു. ടൊവിനോ, കൈതു ലോഹർ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം ഏപ്രിൽ 9-നാണ് ലോകമെമ്പാടുമായി തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. കാട്ടുചെമ്പകം എന്ന സിനിമയിലെ ഗാനം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. മെഗാ പവർ സ്റ്റാർ രാം ചരൺ നായകനായി വരാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണല്ലോ പെഡി. രാം ചരണും ജാൻവി കപൂറും പ്രധാന വേഷങ്ങളിലെത്തുന്ന ഈ മാസ് എന്റർടൈനർ സംവിധാനം ചെയ്തിരിക്കുന്നത് ബുച്ചിയാണ്. അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ചിത്രം 2026 ഏപ്രിൽ 30-ന് ബിഗ് സ്ക്രീനിൽ ആവേശം നിറയ്ക്കാൻ എത്തുകയാണ്. സംഗീത മാന്ത്രികൻ AR റഹ്മാനാണ് ഈ ചിത്രത്തിനായി ഈണങ്ങൾ ഒരുക്കുന്നത്. വേൾഡ് വൈഡ് റിലീസിനായി തയ്യാറെടുക്കുന്ന പെഡി ഒരു ഗംഭീര സിനിമാനുഭവം തന്നെയായിരിക്കും സമ്മാനിക്കുക. ഡയറക്ടർ ബുച്ചിയുടെ പിറന്നാൾ ദിനം പ്രമാണിച്ച് മൂവി ടീം ഇപ്പോൾ സിനിമയുടെ ഒരു പോസ്റ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. വിഘ്നേഷ് കാർത്തിക് സംവിധാനം ചെയ്ത് ആദിത്യ ഭാസ്കർ, ഗൗരി കിഷൻ, മാളവിക സുരഭൻ തുടങ്ങി ഒരു വലിയ താരനിര അണിനിരക്കുന്ന തമിഴ് സിനിമയാണല്ലോ ഹോട്ട് സ്പോട്സ് ടു മച്ച്. 4 വ്യത്യസ്ത കഥകൾ പറയുന്ന ഈ ആന്തോളജി ചിത്രം തിയേറ്ററുകളിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ ഹോട്ട് സ്പോട്സ് ടു മച്ച് 3 ഫെബ്രുവരി 20 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുകയാണ്. പ്രൈം വീഡിയോ, ആഹാ തമിഴ്, സിംപ്ലി സൗത്ത്, ലയൺസ് ഗേറ്റ് പ്ലേ എന്നീ പ്ലാറ്റ്ഫോമുകളിലായിട്ടാണ് ചിത്രം പുറത്തിറങ്ങുന്നത്. സോഷ്യൽ മീഡിയ കാലഘട്ടത്തിലെ പ്രസക്തമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചിത്രം ഒരേ സമയം വിവിധ പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാകുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. സംഗീത് പ്രതാപ്, മമിത ബൈജു എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഡിനോയ് പൗലോസ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണ് ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസ് നമ്പർ 20. തണ്ണീർമത്തൻ ദിനങ്ങൾ, പ്രേമലു തുടങ്ങിയ ചിത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ മമിതയും പ്രേമലുവിലെ തകർപ്പൻ പ്രകടനത്തിലൂടെ ശ്രദ്ധേയനായ സംഗീത് പ്രതാപും ഒന്നിക്കുന്നു എന്നത് സിനിമയുടെ വലിയൊരു പ്രത്യേകതയാണ്. ഒരു പക്ക റൊമാൻറ്റിക് കോമഡി എന്റർടൈനറായി ഒരുങ്ങുന്ന ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വരാനിരിക്കുന്ന ഏപ്രിൽ മാസത്തിൽ ആരംഭിക്കും. ഡിനോയ് പൗലോസ് തന്നെ തിരക്കഥ ഒരുക്കുന്ന ഈ ചിത്രം ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആഷിഖ് ഉസ്മാനാണ് നിർമ്മിക്കുന്നത്. യുവ താരനിര അണിനിരക്കുന്ന ഈ ചിത്രം തിയേറ്ററുകളിൽ ഒരു വലിയ ചിരിവിരുന്നാകുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. സ്റ്റീവൻ നൈറ്റ് രചിച്ച് ടോം ഹാർഡി ഉൾപ്പെടെയുള്ള വൻ താരനിര അണിനിരക്കുന്ന BBCയുടെ വിഖ്യാത ക്രൈം ഡ്രാമ സീരീസായ പീക്കി ബ്ലൈൻഡേഴ്സിന്റെ സിനിമാ പതിപ്പാണ് പീക്കി ബ്ലൈൻഡേഴ്സ്. ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ വെബ് സീരീസ് OTT റിലീസിന് ഒരുങ്ങുകയാണ്. മാർച്ച് 20 മുതൽ നെറ്റ്ഫ്ലിക്സ് വഴി പീക്കി ബ്ലൈൻഡേഴ്സ് സ്ട്രീമിംഗ് ആരംഭിക്കും. ഇംഗ്ലീഷിന് പുറമെ വിവിധ ഭാഷകളിൽ ചിത്രം ലഭ്യമാകുമെന്നാണ് റിപ്പോർട്ടുകൾ. കാർത്തിക് സംവിധാനം ചെയ്ത് പ്രിയങ്ക അരുൾമോഹനൻ നായികയായി എത്തുന്ന ഏറ്റവും പുതിയ തമിഴ് നെറ്റ്ഫ്ലിക്സ് ചിത്രമാണ് മെയ്ഡ് ഇൻ കൊറിയ. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റിലീസ് അപ്ഡേറ്റ് നെറ്റ്ഫ്ലിക്സ് തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ്. ചിത്രത്തിന്റെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തു വരുമ്പോൾ തമിഴ്, തെലുഗു, കന്നഡ, മലയാളം, ഹിന്ദി എന്നിങ്ങനെ പാൻ ഇന്ത്യൻ ഭാഷകളിൽ ഈ ചിത്രം നെറ്റ്ഫ്ലിക്സ് വഴി സ്ട്രീം ചെയ്യും. B ഉണ്ണികൃഷ്ണന്റെ സംവിധാനത്തിൽ നിവിൻ പോളി നായകനായി വരാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയുടെ ടൈറ്റിൽ പ്രഖ്യാപനവും ട്രെയിലറും അണിയറയിൽ ഒരുങ്ങുകയാണ്. ചിത്രത്തിന്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് മൂവി ടീം പുറത്തുവിടുമ്പോൾ ഈ വരുന്ന ഫെബ്രുവരി 17-ന് ചിത്രത്തിന്റെ ടൈറ്റിൽ പ്രഖ്യാപനവും ട്രെയിലറും പുറത്തിറങ്ങാൻ ഇപ്പോൾ ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ട്. പൊളിറ്റിക്കൽ ഡ്രാമ ത്രില്ലർ ജോണറിൽ പുറത്തിറങ്ങുന്ന സിനിമ ഗോകുല മൂവീസിന് വേണ്ടി ഗോകുലം ഗോപാലനാണ് നിർമ്മിക്കുന്നത്. സെന്ന ഹെഡ്ഗെ സംവിധാനം ചെയ്ത് ഷറഫുദ്ദീൻ, വിൻസി അലോഷ്യസ്, രാജേഷ് മാധവൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ക്രൈം കോമഡി ഡ്രാമ സിനിമയാണല്ലോ 1744 വൈറ്റ് ഓൾട്ടോ. തിങ്കളാഴ്ച നിശ്ചയം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിനു ശേഷം സെന്ന ഹെഡ്ഗെ ഒരുക്കിയ ഈ ചിത്രം തിയേറ്ററുകളിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇപ്പോൾ OTT റിലീസിന് തയ്യാറെടുക്കുകയാണ്. പ്രമുഖ OTT പ്ലാറ്റ്ഫോമായ മനോരമ മാക്സ് ആണ് സിനിമയുടെ സ്ട്രീമിംഗ് അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രം ഉടൻ തന്നെ മനോരമ മാക്സ് വഴി പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുന്നതാണ്. ലാലേട്ടനെ നായകനാക്കി ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ വമ്പൻ അപ്ഡേറ്റ് ഇന്ന് പുറത്തുവന്നിരിക്കുകയാണ്.
ചിത്രത്തിന്റെ ലൊക്കേഷൻ ഹണ്ട് ഇപ്പോൾ പ്രീ പ്രൊഡക്ഷന്റെ ഭാഗമായി വയനാട്ടിൽ വെച്ച് നടന്നു വരികയാണ് എന്ന റിപ്പോർട്ടാണ് പുറത്തുവന്നിരിക്കുന്നത്. അതേസമയം ചിത്രത്തിന്റെ പ്രൊഡക്ഷനിൽ ആശീർവാദ് സിനിമാസിനെ കൂടാതെ സന്തോഷ് വി കുരുവിള കൂടി ഭാഗമായേക്കുമെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. ഈ വർഷം അവസാനം ഷൂട്ടിംഗ് ആരംഭിക്കാനിരിക്കുന്ന സിനിമയുടെ ഒഫീഷ്യൽ അപ്ഡേറ്റ്സിനായി നമുക്ക് കാത്തിരിക്കാം. കുഞ്ചാക്കോ ബോബനും മഞ്ജു വാര്യറും ഒന്നിക്കുന്ന ഏറ്റവും വലിയ സിനിമയുടെ റിലീസ് പ്രഖ്യാപനം ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. നേരെ ചൊവ്വ എന്നാണ് സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത്. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് ടൈറ്റിൽ പ്രഖ്യാപനമാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. അങ്ങനെ വീണ്ടും കുഞ്ചാക്കോ ബോബൻ മഞ്ജു ഒന്നിക്കുമ്പോൾ വലിയ പ്രതീക്ഷയോടെയാണ് ഈ സിനിമയ്ക്കായി ആരാധകർ കാത്തിരിക്കുന്നത്. തമിഴ് സിനിമാ പ്രേമികൾ ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന സൂര്യയുടെ പുതിയ ചിത്രം കറുപ്പ് സംബന്ധിച്ച ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പുറത്തുവന്നിരിക്കുകയാണ്. പ്രശസ്ത സംവിധായകനും നടനുമായ RJ ബാലാജി സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം ഒരു പക്ക ഫാമിലി എന്റർടൈനർ ആയിരിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം വരാനിരിക്കുന്ന വേനൽക്കാലത്ത് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് സംവിധായകൻ തന്നെ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സൂര്യയുടെ വ്യത്യസ്തമായ പ്രകടനവും RJ ബാലാജിയുടെ രസകരമായ മേക്കിങ്ങും ഒന്നിക്കുമ്പോൾ ബോക്സ് ഓഫീസിൽ ഒരു വലിയ വിജയം തന്നെ ആരാധകർക്ക് പ്രതീക്ഷിക്കാം. തരുൺ മൂർത്തി സംവിധാനം ചെയ്ത മലയാളത്തിന്റെ പ്രിയതാര മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഒരുങ്ങുന്ന ഏറ്റവും പുതിയ ചിത്രമാണല്ലോ L366. സിനിമയെക്കുറിച്ചുള്ള ഓരോ അപ്ഡേറ്റും ആരാധകർ ആവേശത്തോടെയാണ് ഏറ്റെടുക്കുന്നത്. ഇപ്പോൾ ചിത്രത്തിലെ മറ്റൊരു പ്രധാന വാർത്ത പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. മലയാളികളുടെ പ്രിയ നടി മീര ജാസ്മിൻ ഈ ചിത്രത്തിൽ നെയ്സി ലൗജൻ എന്ന കഥാപാത്രമായി എത്തുന്നു എന്ന ഔദ്യോഗിക വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മീര ജാസ്മിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തുവിട്ട പ്രത്യേക പോസ്റ്ററിലൂടെയാണ് ഈ വിവരം പങ്കുവച്ചിരിക്കുന്നത്. H. വിനോദ് സംവിധാനം ചെയ്ത് വരാനിരിക്കുന്ന ഏറ്റവും പുതിയ തലപതി ചിത്രമാണല്ലോ ജനനായകൻ. സിനിമയുടെ റിലീസ് തീയതിയുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ഇന്ന് പുറത്തുവന്നിരിക്കുകയാണ്. കാനഡയിലെ ഡിസ്ട്രിബ്യൂട്ടറായ യോഗ് സിനിമാസിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം തമിഴ് ചിത്രം ജനനായകൻ ഫെബ്രുവരി മാസത്തിൽ റിലീസ് ചെയ്യില്ല എന്ന് ഉറപ്പായിരിക്കുകയാണ്. ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ചിത്രം മിക്കവാറും ജൂൺ മാസത്തിലായിരിക്കും ഇനി തിയേറ്ററുകളിലേക്ക് എത്തുക എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. റിലീസ് സംബന്ധിച്ച കൂടുതൽ ഔദ്യോഗിക വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണ് സിനിമാ ലോകം. റിയാസ് മാറത്ത് സംവിധാനം ചെയ്ത് ഭാവനയും റഹ്മാനും പ്രധാന വേഷങ്ങളിലെത്തുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ അനോമി. ഒരു സസ്പെൻസ് ത്രില്ലറായി ഒരുങ്ങുന്ന ഈ ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ പ്രമുഖ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ ആമസോൺ പ്രൈം വീഡിയോസ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. മാർച്ച് മാസത്തിൽ ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തുമെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ചിത്രത്തിന്റെ ഔദ്യോഗിക റിലീസ് തീയതി ഉടൻ തന്നെ അണിയറ പ്രവർത്തകർ പ്രഖ്യാപിക്കും. ഭാവനയുടെയും റഹ്മാന്റെയും മികച്ച പ്രകടനങ്ങൾക്കൊപ്പം വേറിട്ടൊരു പ്രമേയവും ഈ സിനിമ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. G. പ്രജിത്ത് സംവിധാനം ചെയ്ത് ജയറാം, കാളിദാസ് ജയറാം, ആശ ശരത് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഏറ്റവും പുതിയ മലയാളം ഫാമിലി എന്റർടൈനർ സിനിമയാണല്ലോ ആശകളായിരം. 22 വർഷങ്ങൾക്ക് ശേഷം ജയറാമും മകൻ കാളിദാസും ഒന്നിച്ചെത്തിയ ചിത്രം തിയേറ്ററുകളിൽ വലിയ സ്വീകാര്യതയാണ് നേടിയത്. കുടുംബ ബന്ധങ്ങളും തീവ്രതയും നർമ്മവും കോർത്തിണക്കിയ ഈ ചിത്രം ഇപ്പോൾ ഡിജിറ്റൽ സ്ട്രീമിങ്ങിന് ഒരുങ്ങുകയാണ്. അങ്ങനെ സിനിമാ പ്രേമികളുടെ കാത്തിരിപ്പിനൊടുവിൽ ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഫെബ്രുവരി അവസാന വാരത്തോടെ ചിത്രം OTTയിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഫെബ്രുവരി 27-നാണ് എക്സ്പെക്റ്റഡ് ഡേറ്റ്.